അതിജീവനത്തിന്റെ പാതയിലാണ് മുണ്ടുപാലം മാർച്ചാലിൽ എരഞ്ഞിക്കൽമേത്തൽ സതീശൻ. 24 വർഷം മുമ്പ് തെങ്ങിൽ നിന്നും വീണ കിടപ്പിലായ സതീശന്റെ കരവിരുതിലുള്ളത് വിവിധ തരം കുടകളും പേപ്പർ പേനകളുമാണ്. ഓരോ സ്കൂൾ പ്രവേശനോത്സവം കാലത്തും സതീശന് വലിയ പ്രതീക്ഷയാണ് ഉള്ളത്. തൊഴിലാളിയായിരുന്നു മുണ്ടുപാലം മാർച്ചാലിൽ എരഞ്ഞിക്കൽമേത്തൽ സതീശൻ. 24 വർഷം മുമ്പ് ജീവിതത്തെ കരക്കെടുപ്പിക്കാൻ തെങ്ങിൽ കയറാൻ പോയതായിരുന്നു ഇദ്ദേഹം. തെങ്ങിന്റെ പട്ടയൊടിഞ്ഞ് നിലത്ത് വീണ അന്ന് കിടന്നതാണ് ഈ കിടക്കയിൽ. 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങി സമയം ജീവിതം വഴിമുട്ടിക്കാതിരിക്കാൻ കിടക്കയിൽ കിടന്ന് പലതും ചെയ്തു നോക്കി. അങ്ങനെയാണ് പാലിയേറ്റീവ് കെയറുകളുടെ സഹായത്തോടെ കുടനിർമ്മാണവും പേന നിർമ്മാണവും പഠിച്ചത്. ഇന്ന് പാലിയേറ്റീവിനോടുള്ള ആദരവ് പ്രകടിപ്പിച്ചുകൊണ്ട് പാലിയം അംബ്രലകളും പേപ്പർ പേനകളും നിർമ്മിക്കാൻ സതീശൻ വൈദഗ്ധ്യം നേടിയിട്ടുണ്ട്. ഓരോ സ്കൂൾ പ്രവേശനോത്സവകാലത്തും സതീശന് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. നിർമ്മിച്ച കുടകളും പേപ്പർ പേനകളും ചെലവഴിക്കാൻ ആകുമെന്നാണ് പ്രതീക്ഷ. ഇത്തവണയും നിർമ്മിച്ചിട്ടുണ്ട് നല്ല മനോഹരമായ വർണ്ണങ്ങളിലുള്ള ധാരാളം ചേലത്ത കുടകൾ. ₹300 മുതൽ വില വരുന്ന വിവിധ കുടകൾ നിർമ്മിച്ചിട്ടുണ്ട് സതീശന്റെ ഈ കരവിരുതിൽ. ₹10 പേപ്പർ പേനകൾക്ക് വില വരുന്നത്. ജില്ലയിലെ നിരവധി സ്കൂളുകളിലെ NSS യൂണിറ്റ് അടക്കമുള്ളവർ സതീശന്റെ പ്രയാസം അറിഞ്ഞ് വീട്ടിലെത്തി കുടകളും പേനകളും വാങ്ങി സഹായിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ കണക്ക് എന്ത് ചെയ്തുള്ള ഒരു തുല്യമാണ് പാലിയേറ്റീവ് പിന്നെ മെഡിക്കൽ കോളേജിൽ ആദ്യം രജിസ്റ്റർ ചെയ്ത്. പിന്നെ അവിടെ ഇങ്ങനെ ക്യാമ്പുകൾ നടക്കല്ലേ. പക്ഷെ എനിക്ക് പോകാനുള്ള ബുദ്ധിമുട്ട് ഒറ്റയ്ക്ക് പുറത്തേക്ക് പോകുമ്പോഴുടെ ഓരോ ശാരീരിക ബുദ്ധിമുട്ടൊക്കെ ആലോചിച്ചിട്ട് ഞാനവിടെ ഒരു ക്യാമ്പുകളിലൊന്നും വിളിച്ചാൽ അത് പോവല്ലേ. പിന്നെ പൂവാട്ടുകുമ്പത്ത് അതിൻ്റെ ഒരു യൂണിറ്റ് ഇട്ട് പൂവാട്ടുകുമ്പ് പാലിയേറ്റീവ്. അപ്പോൾ അവിടെ ഒരു 3 ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിൽ 3 ദിവസത്തെ ക്യാമ്പ് ഉണ്ടായി. അവിടെ നിന്നാണ് ഞാൻ പൊടി പിന്നെ പെനോയിൽ സോപ്പ് ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി വിളിച്ചത്. പിന്നെ അവിടുന്ന് പിന്നെ ഞാൻ മെഡിക്കൽ കോളേജിൽ IPM എന്ന് പറഞ്ഞ സ്ഥാപനമുണ്ട്. അവിടെ ഇങ്ങനത്തെ ആൾക്കാരെ ട്രെയിൻ ചെയ്യിപ്പിങ്ങനെ. അപ്പോൾ പിന്നെ അവിടെ പോയി അവിടുന്ന് പിന്നെ പലതും പഠിച്ച് ബൾബ് ഉണ്ടാക്കാൻ പഠിച്ച് മറ്റേ LED ബൾബ് ട്യൂബിൻ്റെ ചോക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചു. പക്ഷെ ഒന്നും മാർക്കറ്റിംഗ് ഇല്ലാത്തതിനെ കൊണ്ട് ഒക്കെ വേറെ നിർത്തും. ഭാര്യ രാധാമണിയും 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ വിശാഖുമാണ് എന്തിനും സഹായവുമായി കൂടെ നിൽക്കുന്നത്. തന്റെ പാലിയം വർണ്ണക്കുടകൾ ചൂടി കുട്ടികൾ സ്കൂളിൽ പോകുന്ന കാഴ്ച ഈ കിടക്കയിൽ കിടന്ന് സതീശൻ മനസ്സിൽ കാണും. ഒപ്പം ജീവിതചക്രം തിരിക്കാനുള്ള വരുമാനം ലഭിക്കുമെന്ന പ്രതീക്ഷയോടെ. ന്യൂസ് ബ്യൂറോ, മാവൂർ.